കിട്ടുന്നില്ല. അയാൾ ശരിക്കും ബാരി തന്നെയാണല്ലേ, ഞാൻ വേറെയാ. ഇവരെല്ലാം ബാരി തോന്നുന്നല്ലേ, ഒപ്പിക്കാം ഇൻഷാ അല്ലാ. ബാരിയാട്ട് വേറാട്ട് അല്ലാഹു തആല നാളെ ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുത്തട്ടെ. ഭാഷ ഏതെന്ന് നല്ല കാര്യം. അല്ലാഹു നാളെ ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുത്തട്ടെ. സ്വാലിഹായ അമലായ അല്ലാഹു സ്വീകരിക്കട്ടെ. നാളെ പരലോകത്ത് അള്ളാന്റെ നബിമാർ പോലും പേടിച്ചോടുന്ന ലോകമാ. നല്ലവരായ നബിമാരെ പോലത്തെ നല്ലവർ ലോകത്ത് വന്നിട്ടില്ല, വരാനുമില്ല. ആദം നബി അലൈഹിസ്സലാം തൊട്ട് എല്ലാ നബിമാരും നാളെ പരലോകത്ത് നഫ്സി 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 എന്ന് പറഞ്ഞിട്ട് സ്വന്തം കാര്യമോർത്തിട്ട് അങ്ങനെ ബേജാറിലാണ്, പറക്കം പായുകയാണ്, പേടിച്ചു പറക്കുകയാണ്. ഒരു ചാണ മുകളിൽ സൂര്യൻ ഉദിക്കപ്പെട്ടിട്ടുള്ള പരലോകം, ചെമ്പിന്റെ തകിട് കൊണ്ടുള്ള ഭൂമിയിൽ നിർത്തപ്പെട്ട പരലോകം, നല്ലവരിൽ നല്ലവരായ നബിമാർ പോലും പേടിച്ചോടുന്ന പരലോകം. ആ പരലോകത്ത് ഞങ്ങളും യാത്രയാക്കപ്പെടും. ആ യാത്രയാക്കപ്പെട്ട മണ്ണില് ലാ തസൂല ഖദമി ബിനി ആദമ, 5 ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ നിന്റെ ഉമ്മ കേൾക്കണോ, പെങ്ങള് കേൾക്കണോ, നിങ്ങ കേൾക്കണോ? 5 ചോദ്യങ്ങൾക്ക് 5 പ്രശ്നങ്ങൾക്ക് 5 ക്വസ്റ്റ്യനുകൾക്ക് വ്യക്തമായ ക്ലിയറായ തൃപ്തികരമായ പടച്ചവൻ ഇഷ്ടപ്പെടുന്ന മറുപടി പറയാതെ നിങ്ങളെ വെച്ച കാല് അനക്കാന് വിടില്ല. അങ്ങോട്ട് പോകാൻ വിടല, പിന്നോട്ട് പോകാൻ വിടല. നിങ്ങ വെച്ച കാല അനക്കോ വിടല. അവിടെ അല്ല കേട്ട 5 കാര്യത്തിന് നിങ്ങൾ നല്ല ഉത്തരം കൊടുക്കണോ. എങ്ങനെങ്കിലും ഒപ്പിച്ചിട്ട് ഉത്തരം കൊടുത്തങ്ങ് മയ്യാവല. അള്ളാഹ്ക്ക് തൃപ്തിയുള്ള മറുപടിയാകണോ, ക്ലിയറായ മറുപടിയാകണോ. 5 ചോദ്യങ്ങൾക്ക് നല്ല മറുപടി വേണം. അതിൽ 2 ചോദ്യം എന്തറിയോ, സത്യത്തിൽ 2 ചോദ്യം ഏകദേശം ഒന്ന് തന്നെയാണ്. അന്നുംരിഹി ഫീമാ ഫനാ വഅൻ ശബാബിഹി ഫീമാ ബലാ. നിന്റെ ആയുസ് നല്ല ബടി പോലെ മട്ടക്കാണ പോലെ 10, 65, 75 ആണ്ടോളം നീ ജയിച്ചല്ലേ. നിന്റെ ആയുസ് നീ എന്താക്കിയ? TV കണ്ടിട്ട് അങ്ങനെ സമയം കളഞ്ഞവാ? അല്ല പാൻപറാകും അതും വെച്ചിട്ട് ചൈനയും തിന്നിട്ട് കഞ്ചാവ് കച്ചവടാക്കിയിട്ട് അങ്ങനെ പോയാമാ? അതല്ല ഡബിളാജി ത്രിബിളാജിയും ചൊന്നിട്ട് ഇടക്കിടക്ക് ബഡ്ഡിയും എങ്ങിയിട്ട് ബഡ്ഡിക്ക് കൊടുത്തിട്ട് നീ എങ്ങനെ പോയാമാ? പടച്ച റബ്ബ് നാളെ ഞങ്ങളോട് ചോദിക്കുന്ന ചോദ്യമാണ്, നിന്റെ ആയുസ് എന്ത് ചെയ്തോ? നല്ല ആയുസ് നിനക്ക് ഞാൻ തന്നുവല്ല, ആരോഗ്യമുള്ള ആയുസ് തന്നു, നല്ല ആയുസ് തന്നു. ഈ ആയുസ് നീണ്ട കാലത്തെ ആയുസായിരുന്നു, എന്ത് ചെയ്തോ എന്നുള്ള ചോദിക്കുമ്പോ പടച്ച റബ്ബ്, എന്റെ ആയുഷ്യകാലത്ത് ഞാൻ ഈ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും ചെയ്തിട്ടില്ല. എത്ര വോൾട്ട് സൗണ്ട്? എത്ര വോൾട്ട്? 5? എല്ലാം ബാക്ക് വന്നെങ്കിൽ എന്തുമില്ല. മൈക്ക് മിതുങ്ങണോ? മിതുങ്ങിയെങ്കിൽ ശരിക്കും വരുന്നു മൈക്ക് സൗണ്ട്. അത് വാരുന്ന അങ്ങനെ വാരുന്ന മൈക്ക് അങ്ങ് പോയെങ്കിൽ ഇങ്ങ് പോയെങ്കിൽ എല്ലാം സൗണ്ട് വരുന്നു. അത് എന്താ ഞനക്കും അറിയാല. നമുക്കതെല്ലാം റാഹത്താന്ന് നിങ്ങൾ ബേജാറാക്കിയിട്ടുണ്ട്. സൗണ്ടിൽ നമുക്ക് നാളെയും പ്രസംഗിക്കണ്ടേ, നാളെ ക്ലാസ് ഇല്ലേ, അതില്ലേ ഇതില്ലേ. നിങ്ങൾ ആറാംസം ഇരുന്നിട്ട് ഇങ്ങനെ കേൾക്കാൻ നിങ്ങൾക്ക് വല്ല പണിയൊന്നുമില്ല. ചില മനുഷ്യന്മാർ അങ്ങനെ ചോദിച്ചിട്ടുള്ളൂ തങ്ങളെ. എങ്ങനെ നിനക്ക് എന്തേന്ന് 2 ഗണ്ട പ്രസംഗിച്ചെങ്ങ് 10 അല്ലേന്ന്? നീ വന്നിട്ട് ഇവിടെ പ്രസംഗിക്കും, നിനക്ക് 15 തണ്ട 5 മിനിറ്റ് പ്രസംഗിച്ച 5 മിനിറ്റ്, 2 ഗണ്ട വേണ്ട 5 മിനിറ്റ്. എന്റെ പിറവിലും മഞ്ഞ പോവും, മഞ്ഞ ഒന്നുണ്ട്. ഇത് സംഗതി എന്താ, കുറച്ച് ഡേഞ്ചർ വിഷയ. ചില ആൾമാർ ഞാൻ നണ്ടൊട്ടിമേ ഒരാൾ കേട്ടത് തോന്നുന്നുണ്ടാ, ഉസ്താ നിസാമിച്ച നിനക്ക് എന്തേന്ന് ഇങ്ങനാക്കി 5 ഇങ്ങനാക്കി 10. നിങ്ങൾ 10 വർത്തി തരണ്ട, നിങ്ങൾ ഒരു 100 രൂപ കമ്മിയാക്കും. അങ്ങനെ ചൊല്ലണ്ട, വേറെ കത്ര കേൾക്കുമ്പോ. അപ്പൊ ഈ സൗണ്ട് ഒന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് നല്ല റാഹത്താണ്. അതിൽ നിങ്ങൾ ആരും ബേജാറാക്കിയിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ബേജാറാവാൻ വേണ്ടി പറയുന്നതല്ല. ഞങ്ങളെ കാര്യം ഞങ്ങൾ പറയണ്ടേ. ഞങ്ങളെ കാത്തിട്ട് 4 മക്കളില്ലാടെ. നിങ്ങൾ 10,000 രൂപ തരുന്നിട്ട് ഞാൻ എന്റെ ജീവൻ കളയണ, എന്റെ തൊണ്ട കളയണ, എന്റെ നാവ് കളയണ, എന്റെ ശബ്ദം കളയണ? എന്റെ ആവശ്യമില്ലല്ലോ. അൽഹംദുലില്ലാ റാഹത്ത് തന്നെ. അത് ഈ അർത്ഥമുള്ളത് കൊണ്ട് നമ്മളെ സൗണ്ട് നല്ലോണം ഭരിക്കുന്നുണ്ട്. ഏതോട്ടെ അൽഹംദുലില്ലാ അല്ലാഹു ഞങ്ങളെ പരിപാടി കബൂലാക്കട്ടെ. നിങ്ങളുടെ സദസ്സ് തന്നെ ഒരു അറിയാത്ത ബാർബർ മുടിയെടുത്ത പോലെ അതിന് ഒരു ഇരുന്ന കോലം കാണുമ്പോൾ എന്നെ ഒരു റാഹത്തില്ല. നിങ്ങളൊരു സൈഡിലേക്ക് ഇരിക്കും, ഇങ്ങനെ എതിർക്ക് ബാക്കിലുള്ളവരിൽ എതിർക്ക് വരി.
ആരെ നോക്കണ്ട, ആരെ കബറിലേക്കും പോകുന്നില്ല. ഞങ്ങളെ കബറിലൊക്കെ എനിക്ക് ഡേണേറ്റ് മാച്ചാ ഫുട്ബോൾ ഗാലറിയ മുറ്റായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവരും ഇതിലേക്കാണ് എന്താ ശരിക്കും വേണായിട്ട് ചൊല്ലല്ല. നിങ്ങൾ നേരെ ചിന്തിക്കോ. കസാല തൊലണ്ട നിങ്ങ മാത്രം എതിരിലേക്ക് നിങ്ങ മാത്രം മജ്ലിസ് ചന്താട്ട്. ഇത് സ്വർഗത്തിന്റെ തോപ്പല്ലേ. നിങ്ങളെ ഇടതും വലുതും നിങ്ങളെ ലെഫ്റ്റ് റൈറ്റ് അള്ളാന്റെ മലായികത്ത് നിങ്ങളുണ്ട്. നിങ്ങളോടൊപ്പം ദുആ ആമീൻ ചെല്ലാൻ അള്ളാന്റെ മഹാന്മാരുണ്ട്. അല്ലാഹു തആല കാണുന്നുണ്ട് ഈ മജ്ലിസ്. അള്ളാന്റെ മഹാന്മാരും കാണുന്നുണ്ട്. അവരെല്ലാം ഇത് വീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നല്ലവരായി ജീവിച്ച് ലോകത്തോട് മരിച്ചുപോയ ബീവി റുഖിയ ബിയുമ്മാവും അവിടുത്തെ ആത്മാവും ഈ പരിപാടി ശ്രദ്ധിക്കുന്നുണ്ട്. അള്ളാന്റെ മഹാന്മാർ മഹദികൾക്ക് മരണമില്ല. പ്ലീസ് നിങ്ങൾ എതിരിൽ നിന്നിട്ട് അപ്പുറം നോക്കി തീരാ. എന്നൊക്കെ ഭയങ്കര അർത്ഥമാവുന്നത്. നിങ്ങൾ നന്റെ മേ നോക്കണോ അല്ലെങ്കിൽ എനിക്ക് പോണോ? അവിടെ അള്ളാന്റെ മഹാന്മാർ അവരെല്ലാം ഇത് കാണുന്നുണ്ട്. അവർക്കിത് വലിയ ഇഷ്ടമാണ്. അള്ളാന്റെ ഇൽമ പറയുക, ഇൽമുമായി ബന്ധപ്പെടുക എന്നത് വലിയ കാര്യം തന്നെയാണ്. ഞങ്ങൾക്കിതൊരു വലിയ വിഷയമല്ല. ഞങ്ങൾക്കിതൊരു വൺലി കാര്യക്രമ. ചില ആൾമാർക്ക് വൺലി കാര്യക്രമ. കഴിഞ്ഞ വർഷം വെച്ചതല്ലേ ഈ വർഷം വെക്ക. ആ ചിന്തയിൽ മാത്രം വെച്ചത്. ചില ആൾമാർക്ക് പൈസ ആക്കണോ ബാലൻസ് ആക്കണോ ചൊന്നിട്ട് അങ്ങനെ കച്ചവടം മനസ്സിൽ വെച്ച പരിപാടി. ചില ആൾമാർക്ക് പൈസ ആവാണ്ടിക്കട്ടെ, ബാക്കിയാവാണ്ടിക്കട്ടെ, കഴിഞ്ഞ വർഷം വെക്കാണ്ടിക്കട്ടെ. ഇതല്ലാക്കുള്ള പരിപാടിയാണ് എന്ന് ചിന്തിച്ചിട്ട് വെക്കുന്നവർ വേറെ. ആ നിലക്ക് ചിന്തിച്ചവർക്ക് മാത്രമേ ഇത് നാളെ ആഖിറത്തിൽ ഗുണം കിട്ടുകയുള്ളൂ. നീയത്ത് നന്നാകണോ, ഞങ്ങളെ കരുത്ത് നന്നാകണോ, ഈമാൻ നന്നാകണോ. നീയത്ത് നല്ലതല്ല എന്ന് കണ്ടാൽ ഞങ്ങൾ വഅദ് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളെ കൂടെയിട്ട് കാര്യമില്ല. ഇതല്ല സ്വീകരിക്കില്ല, മനുഷ്യന്മാരും സ്വീകരിക്കില്ല. നീയത്ത് നല്ലതാണെങ്കിൽ, നിന്റെ കരുത്ത് നല്ലതാണെങ്കിൽ ആ കാര്യമല്ല ഏറ്റെടുക്കും. അല്ലാന്റെ മഹാന്മാരും ഏറ്റെടുക്കും. നോക്കൂ നിങ്ങള്. ഞങ്ങളുടെ ഇടയിൽ ജീവിച്ചു പോയ ഞങ്ങളെ പോലത്തൊരു പെണ്ണുങ്ങളാണ്, സാധാരണക്കാരിയായ ഒരു പെണ്ണുങ്ങള്. പക്ഷേ അള്ളാന്റെ മഹാന്മാരുടെ പൊരുത്തത്തോടുകൂടി, മുത്തുപ്പേട്ട വലിയുള്ളായി ഞങ്ങളുടെ പൊരുത്തത്തോടുകൂടി, നല്ല നീയത്തോടുകൂടി പാവങ്ങളെ സേവനം ചെയ്തപ്പോ, രോഗികളെ ആശ്വസിപ്പിച്ചപ്പോ, പാവങ്ങൾക്ക് സമാധാനം കൊടുത്തപ്പോ, ആയിരങ്ങൾ കത്താണിയായി, ശാന്തിയായി, സമാധാനമായി, ആശ്വാസത്തിന്റെ കേന്ദ്രമായി, റാഹത്തിന്റെ നിറകുടമായി, പരിഹാര കേന്ദ്രമായി ആ ഉമ്മ നല്ല നിയത്തോടെ ജീവിച്ചപ്പോ ഇന്നതാ ഉമ്മാനെ ലോകമേറ്റെടുത്തു. അല്ലാഹ് കബൂൽ ചെയ്തു. അല്ലാഹുവിന്റെ ലോകത്തുള്ള ജനങ്ങള് സ്വീകരിച്ചു. എത്ര ഉമ്മമാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഞങ്ങളെ ഉമ്മമാർ മരിച്ചിട്ടില്ലേ? അല്ലേ? ഞങ്ങളെ ഉമ്മാക്ക് വേണമെങ്കിൽ മക്ക തങ്ങളെ പോലെ ഒരു കിടാ അല്ല 12 കിടാ. തങ്ങളെ ഉമ്മാക്ക് എത്ര? തങ്ങളെ മോന് ആണ് ഒന്നല്ലേ? അല്ല ആണ്. ഒരാണ് എന്നിട്ട് ആ ഉമ്മാന്റെ ഒരു ഭാഗ്യം കണ്ട. ചില ഉമ്മമാർക്ക് 12 ആണ് എന്നിട്ട് ആ ഉമ്മ ആണി അടിച്ച പോലെ കവറിൽ കിടന്നിന്. ആർക്കും അറിയാലോ. 12 ആണ്, 12 ആണും ആണി അടിച്ച പോലത്തെ. ഉമ്മാക്കൊരു കോണവും ഇല്ല, മണവും ഇല്ല. ഉമ്മാന്റെ കബറായിട്ടാണ് പോയിട്ട് ഞങ്ങൾ തേടുന്നു. മുഞ്ഞാന്നെന്തോ ഒരു ഗൾഫിലൊക്കെ എന്തോ പോകുന്നല്ലോ. പോകുന്നതിന്റെ ഇടയിൽ ഓനെന്തോ ഓർമ്മയില്ല. നീ ആരോ ഒരാൾ ചൊന്ന പോലെ ഇതാ പോകേണ്ട എതിരില്ല, നീ അതിന്റെ ഇടയിൽ ഒരു ഉമ്മന്റെ കബർ സിയാർത്താക്കിട്ട് വാങ്ങും. ഓൻ ഏതൊരു കണ്ടു ഒലിമാണ്ടേക്ക് പച്ചപ്പോ എയർപോർട്ടിൽ ഫ്ലൈന് ഓൻ 8-10 തേടിയുണ്ടേ ഉള്ള കബറിനോട് പോയിട്ട് എന്തെല്ലാം പതിയായിട്ടോ പാസ്പോർട്ട് വന്നടാ ഇല്ല ഉമ്മയുടെ കബറു. ഉമ്മനെ മറമാടിയ പിന്നെ ഓൻ ഇന്നോളാ ഭാഗത്തേക്ക് പോയിട്ടോ. പിന്നെ തേടാണ്ടിക്കോ പാസ്പോർട്ട് ജാഗ്രത വെച്ചിന പെട്ടിയില, മൊബൈലിലെ സിമ്മ, മുന്നത്തെ സിമ്മ, ഇപ്പത്തെ സിമ്മ, 4G 2G എല്ലാ ജാഗ്രതലുണ്ടോ.
4G ഇടുമ്പോ 2G സിം എടുത്തിട്ട് അവിടെ വെച്ചിറ, ജാഗ്രതയിൽ വെച്ചിറ. പണ്ടത്തെ സർട്ടിഫിക്കറ്റ് എല്ലാം ലാമിനേഷൻ ആക്കിയിട്ട് ഒത്തു വെച്ചിറ. എല്ലാതിന്റെ മട്ട പോലെ ഉണ്ടോ ഔത്ര എതിർല് ജാഗര എതിർല് ഞങ്ങളെ സെറ്റ് ഔട്ടില് മുന്നോലോ തൂക്കിയിട്ട് വെച്ച പൂന്റെ തൈ ഉണ്ടല്ലോ, അതുപോലെ തന്നെ എതിർല് സൈഡ് കമ്പൗണ്ടർ സൈഡില് വെച്ച പൂന്റെ തൈ, ആ ചെടിയില് ആ ചട്ടിയില് വെച്ച പൂന്റെ തൈ അത് 7 വർഷം ഇപ്പൊ അങ്ങനെ ഉണ്ടോ? പൊട്ടിയിട്ടില്ല. ആ ചട്ടിയില് വെച്ച തൈ ഉണങ്ങിയിട്ടില്ല. കാരണം ഒത്തുറുള്ളങ്ങ എല്ലാരും അത് നോക്കിക്കൊണ്ടുള്ളാറ്, തണ്ണി വീത്തിക്കൊണ്ടുള്ളാറ്, ആരേക്കാക്കിക്കൊണ്ടുള്ളാറ്. എന്നാ ഉമ്മ മരിച്ചിട്ട് 7 വർഷമായി, അബ്ബ മരിച്ചിട്ട് 7 വർഷമായി. ആ ഭാഗത്തേക്ക് ഒരു മോണും തിരിഞ്ഞു നോക്കിയിട്ടില്ല. വയലിൽ നടക്കുമ്പോ വന്നിട്ട് മാത്രം ഉസ്താദേ നന്റെ ഉമ്മക്ക് ദുആറക്കണോ 313 റുപ്യ, നന്റെ അബ്ബക്ക് ദുആറക്കണോ ഉസ്താദേ 786 റുപ്യ ചൊന്നിട്ട് ദുആറക്കോ പൈസ തന്നെങ്കിൽ മാത്രം മതിയാവേല. പാപ്പ ഉമ്മാനെ സിയാറത്ത് ചെയ്യണേ, അവരെ പോയി കാണണേ. അവർ കെട്ടിത്തന്ന വീട്ടിലാ നീ നന്ദി ഉറങ്ങണത്, അവർ വിരിച്ചു തന്ന വിരിപ്പാ നീ ഇന്ന് കിടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, അവർ നട്ടുപിടിപ്പിച്ച തെങ്ങിൽ നിന്നിട്ട് തേങ്ങയും പൊണ്ടും എടുത്തിട്ടാ നീ കുടിക്കണത്. എന്നിട്ട് നീ നിനക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെ മറക്കുകയാണോ? അല്ല നിന്നെ പൊറുക്കില്ല. ലാ യഖ്ബലു ശുക്റുല്ലാഹി ഇല്ലാ മാ ശുക്രി വാലിദൈഹി. ജന്മം നൽകിയ മാതാപിതാക്കൾക്ക് പെറ്റുപോറ്റു വളർത്തിയ അബ്ബ ഉമ്മാക്ക് നന്ദി കാട്ടാതെ, നന്ദി ചെയ്യാതെ, ഞങ്ങളെ പിരിസത്തിൽ നോക്കാതെ, ഞങ്ങൾ നല്ല പിരിസത്തിൽ നോക്കാതെ അല്ല ഞങ്ങളെ മൈൻഡ് ചെയ്യില്ല. ഞങ്ങൾ അല്ലാഹ്ക്ക് ചെയ്ത ഇബാദത്ത് അല്ലാഹ് കബൂലാക്കില്ല. ഞങ്ങൾ അല്ലാഹ്ക്ക് കുറെ നിസ്കരിച്ചറാ അല്ലേ? അവന്റെ തലയിലും തൊപ്പി ജാറിയ ടൈമില്ല. അവന്റെ തലയിലും അവന്റെ നെറ്റിയിലും നിസ്കാരത്തിന്റെ കണ ഇങ്ങനെ പൊന്തിരു തീവീന പോലെ, പൊക്കള വന്ന പോലെ എല്ലാം ഉണ്ട്. എല്ലായിടത്തും കൊടുത്തോണ്ടുള്ള അവിടെ ചോറ്, ഇവിടെ കിറ്റ്, ഇവിടെ പൈസ, അവിടെ ആട്, ഭയങ്കര കൊടുത്തോണ്ടുള്ള. ഉമ്മാടും ഉണ്ടാണ്ട് ബാപ്പാന്റെ മിണ്ടാതെ 6 കൊല്ലായി. എന്നാ നീ കൊടുത്തതെല്ലാം വെറുതെ, നിന്റെ നിസ്കാര തടമ്പ് വെറുതെ, നിന്റെ ഇബാദത്ത് വെറുതെ. കാരണം അല്ലാഹു തആലാക്ക് നീ ചെയ്ത ഇബാദത്ത്, അവന് നീ കൊടുത്ത ശുക്ർ അത് അല്ലാഹ് കബൂൽ ചെയ്യണമെങ്കിൽ ആദ്യം നീ നിനക്ക് ജന്മം നൽകിയ ഉമ്മ ബാപ്പാക്ക് നന്ദി ചെയ്യണം. പെണ്ണുങ്ങൾക്ക് അവിടെ സീറ്റ് ഉണ്ടല്ലേ? ജാലപ്പുറത്ത് ദയിക്കുമല്ല ഉണ്ടല്ലേ? പോയിട്ട് ദയിക്കോറു, പെണ്ണുങ്ങളുടെ അപ്പുറം ദയിക്കോറു. നല്ല നല്ല നോട്ടീസിൽ വെറുതെ അടിച്ചിരമ്മ മഹിളേരിക്ക് പ്രത്യേക സ്ഥലമാണ്. ഉണ്ടല്ലേ തങ്ങളെ? അല്ല ഇത് പണ്ടേ ഉണ്ട്, അവിടെ പ്രിന്ററിൽ പണ്ടേ ഉണ്ട്. അച്ചി ഏത് നോട്ടീസിലും കണ്ടു. വാർന്ന് ജാഗലും മഹിളേരിക്ക് പ്രത്യേക സ്ഥലമാണ്. വാട തെങ്ങര അടിയിൽ പോകും, ജാഗന്തുമില്ല. അത് വെറുതെ അതൊരു അച്ചി അടിക്കണം. കൂടെ അങ്ങനെ അല്ലല്ലേ? അങ്ങനെ പണ്ട് വർഷം നോട്ടീസ് അടിക്കു തീരാ. പച്ച കളവത് കളവ് ചെന്നിട്ട് വയലുപടി പാട്ട് തീരാ. കറക്റ്റ് ഉണ്ടല്ലേ? ഊർത്ത പോലെ മേ കസാല ലിറ്ററല്ലേ? അല്ല കാലി പിരി കെട്ടീരമ്മ. മക്കത്തെല്ലാം കുറച്ച് യാറുണ്ടാന്നല്ലോ. ആൾക്കാർ വയലുകൊക്കെ വന്നില്ലെങ്കിലും കുറെ മക്കവിടെ യാറുള്ളായിരുന്നു, നടന്നോട്ടേ ഉള്ള ആൾക്കാർ ബാലക്കാർ വയലൊക്കെ വന്നില്ലെങ്കിൽ എന്താക്കണം? അള്ളാഹു കബൂലാക്കട്ടെ. എന്തെങ്കിലും സദസ്സ് ഭംഗിയായ സദസ്സ് നല്ല ഫുള്ളാണ്. അള്ളാഹു കബൂലാക്കട്ടെ. ഇതിനേക്കാളേറെ ചന്തത്തിൽ നാളല്ലാന്റെ സ്വർഗ്ഗലോകത്ത് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടട്ടെ. ഞങ്ങളെ ഹിസാബില്ലാതെ അല്ലാഹു ഒരുമിച്ച് കൂട്ടട്ടെ. ഒരു മകൻ തന്റെ ഉമ്മാന്റെ സ്മരണാർത്ഥം, തന്റെ ഉമ്മാന്റെ ഓർമ്മക്ക് വേണ്ടി, തന്റെ ഉമ്മാന്റെ പരലോകമോക്ഷത്തിന് വേണ്ടി, തന്റെ ഉമ്മാന്റെ പൊരുത്തത്തിന് വേണ്ടി, തന്റെ ഉമ്മാന്റെ നന്മക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ കാണുന്നത്. ഒരു മോൻ ആ ഉമ്മ എത്ര നല്ല ഭാഗ്യവതിയായ ഉമ്മയാണ്. ആ റുക്കിയാബി ഉമ്മ എത്ര നല്ല ഭാഗ്യം ചെയ്ത ഉമ്മയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു ഞങ്ങളെ ഉമ്മ ബാപ്പാക്ക് പുറത്തു കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ ഉമ്മ ബാപ്പാക്ക് അല്ലാഹു ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഉമ്മ ബാപ്പമാരെ നല്ലോണം സ്വീകരിക്കണം.
അവരെ നല്ലോണം പരിഗണിക്കണോ, അവരാവുന്നത് പോലെ നോക്കണോ. എത്ര സേവനം ചെയ്താലും ബാപ്പ ഉമ്മ, ഞാനും നിങ്ങൾ ഒരു വേള വിചാരിക്കുന്നുണ്ടാവും, തങ്ങളും വിചാരിക്കുന്നുണ്ടാവും, ഞാനും വിചാരിക്കുന്നുണ്ടാവും, ഞാൻ ഈ ഫംഗ്ഷൻ കാര്യക്രമെല്ലാം ആക്കിയിട്ട് എൻ്റെ അബ്ബ ഉമ്മാന്റെ കടമ ഞാൻ തീർത്തേന്ന്, എൻ്റെ ഉമ്മക്ക് ഞാനെല്ലാം ആക്കിയാണ് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല ഇല്ല. ഞങ്ങളെ ഈ സേവന, ഉമ്മാക്കുള്ള ഈ പ്രാർത്ഥന, ഉമ്മാക്കുള്ള ഈ പരിപാടി, സത്യം പറയട്ടെ, ഉമ്മ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതിന്റെ കാലംശം പോലുമായിട്ടില്ല. പാപ്പ ഉമ്മ ചെയ്തതിന്റെ ഒരു തിരി പോലും തിരിച്ചു കൊടുക്കാൻ മക്കളായ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. അങ്ങകലെ യമനിൽ നിന്ന് ഒരു സഹോദരനതാ 4000 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന്, 4000 കിലോമീറ്റർ. ഇന്നത്തെ പോലെ ട്രെയിനില, ഫ്ലൈനില, ഇന്നോവ, കാറില വന്നതല്ല. കാൽനടയായിട്ട് തന്റെ പെറ്റുമ്മയെ ചുമലിൽ ചുമന്നുകൊണ്ട് കുഞ്ചിയിലിരുത്തിയിട്ട് അങ്ങകലെ യമനിൽ നിന്നതാ ഒരു മകൻ വരുന്നു പരിശുദ്ധമായ മക്കയിലേക്ക്, കഅബയിലേക്ക് തവാഫ് ചെയ്യാൻ. എന്നിട്ട് ആ മകനതാ തന്റെ ഉമ്മാന് 1000 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് തന്റെ നാട്ടിൽ നിന്ന് പുറത്തോണ്ട് വന്നിട്ട് ചുമന്നുകൊണ്ടുവന്നിട്ട് പരിശുദ്ധമായ കഅബാലയത്തിന്റെ തവാഫ് ചെയ്യുന്നു. തവാഫ് ചെയ്യുന്ന നേരത്തും ആ ഉമ്മാനെ കുഞ്ചില് പുറത്തിട്ടുണ്ട്, ചുമലിൽ വെച്ചിട്ടുണ്ട്. ഉമ്മാനെ കുഞ്ചിയിൽ വെച്ചിട്ട് ഇങ്ങനെ തവാഫ് ചെയ്തിട്ടെല്ലാം കഴിഞ്ഞിട്ട് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങളോട്, അതല്ല മുസ്തഫ റസൂലുള്ളാഹി തങ്ങളോട് ആ മകൻ വന്നിട്ട് ചോദിക്കുകയാണ്, അല്ല നബിയേ, ഞാൻ എൻ്റെ ഉമ്മാനെ എത്രയോ കിലോമീറ്റർ അകലെ നിന്ന് പുറത്തു കൊണ്ടുവന്നവനാണ്. എൻ്റെ ഉമ്മാനെ ഞാൻ നടപ്പിച്ചിട്ടില്ല, എൻ്റെ ഉമ്മാനെ ഞാൻ എവിടെയും നടക്കാൻ സമ്മതിച്ചിട്ടില്ല. എൻ്റെ മുതുകത്തിരുത്തിയിട്ട് കുഞ്ചിയിലിരുത്തിയിട്ട് ഇവിടെ കൊണ്ടുവന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ ഭവനത്തിൽ, അവന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ ഞാനതാ ഉമ്മാനെ പുറത്തിട്ട് തവാഫ് ചെയ്യുന്നു. എല്ലാം കഴിഞ്ഞ് നബിയേ, എൻ്റെ ഉമ്മാക്ക് ഞാൻ ചെയ്ത കടമ ഇതല്ല, എൻ്റെ ഉമ്മായോടുള്ള കടമ ഞാൻ നിർവഹിച്ചവനായോ നബിയേ. ഉമ്മയോട് ഒരുപാട് കടമയില്ല, ബാപ്പയോട് ഒരുപാട് ഹക്ക് ബാധ്യതകളില്ല, ഉമ്മയോടില്ല. ആ ഉമ്മാനെ ഈ നിലക്കെല്ലാം പുറത്തോണ്ട് വന്നിട്ട് ഉംറ പുറത്തിട്ട് ചെയ്തത് കൊണ്ട് എൻ്റെ ഉമ്മയോടുള്ള കടമ ഞാൻ തീർത്തില്ലേ എന്നാ മകൻ ചോദിച്ചപ്പോ മുസ്തഫ റസൂലുള്ളാഹി പറഞ്ഞു, പൊന്നുമോനെ, ഇല്ല കുഞ്ഞേ, ഇല്ല. നീ ഇത്രയെല്ലാം പുറത്തിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ പോലും നിന്റെ ഉമ്മ നിന്നെ ഗർഭിണിയായിട്ട് ഗർഭാവസ്ഥയിൽ നിന്റെ ഉമ്മ നിന്നെ പുറത്തിട്ട് ഉമ്മറപ്പടി കടന്നതിന് പകരമായിട്ടില്ല. ഉമ്മറപ്പടി നിങ്ങൾ എന്താ പറയാ? ഉമ്മറപ്പടി ഉമ്മ, നിനക്ക് എന്റെ ഭാഷ ഒന്നും പിടിയായിട്ടില്ല എന്നല്ലേ? എന്തല്ലേ ഇങ്ങനെ ഭയങ്കര ബേജാറില്? എന്തുകൊണ്ട് തിരിഞ്ഞിട്ടില്ല ഞാൻ ചെന്നത്? തലാട്ടറും ഇല്ല, യസ്സും ഇല്ല, നോവും ഇല്ല, മുഖത്തൊരു ചിരിയും ഇല്ല. ഇതെന്ത് ഭാവം ഇങ്ങനെ ഊതിയ പുക പോലെ കാണും. നക്കെ ബേജാറവിടെ. അങ്ങനല്ല, നിങ്ങൾ സ്വർഗത്തിന്റെ തോപ്പിലല്ലേ, നിങ്ങൾ നരകത്തിന്റെ ഭാഗത്തല്ല. നിങ്ങൾ കൂടെ ദയിച്ച ഈ ടൈമിൽ നിങ്ങളെ കാൽഡടിയിൽ ചവിട്ടിയ കല്ലുമണ്ണുകൾ പോലും നിങ്ങൾക്ക് അല്ലാഹുവോട് ദുആരക്കുന്നുണ്ട്. ഇക്കാടുന്ന പച്ചിലകളെല്ലാം നിങ്ങൾക്ക് ദുആരക്കുന്നുണ്ട്. ആ പള്ളിയിൽ കയറിയിട്ട് നിങ്ങൾ പോയിട്ട് 1000 റക്അത്ത് നിസ്കരിക്കുന്നതിന്റെ കൂലി, 1000 റക്അത്ത് നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരത്തിന്റെ കൂലി ഈ 1 മണിക്കൂറിന്റെ ഇരുത്തത്തിനുണ്ട്. ഇത് ചെറിയ ഇരുത്തല്ല, ഇത് ഭയങ്കരമാണ്. ഈ ഇരുത്തം വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട ഇബാദത്ത്, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത പ്രതിഫലമുള്ള ഇബാദത്ത്, അല്ലാഹ് ഏറെ ഇഷ്ടപ്പെടുന്ന ഇബാദത്ത്, അതോടൊപ്പം ദുആക്ക് ഉത്തരമുള്ള മജ്ലിസ്, അള്ളാന്റെ മഹാന്മാർ ഒത്തുകൂടിയ മജ്ലിസ്, എല്ലാത്തിനേക്കാളുപരി പാവങ്ങൾക്ക് വേണ്ടി, സാധുക്കൾക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി തന്റെ ജീവിതം നീക്കിവെച്ച് അള്ളാഹുവിലേക്ക്, അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് നീങ്ങിപ്പോയ റുഖിയ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ അല്ലേ, റുഖിയ അല്ലേ അല്ലേ റുഖിയ ബി ഉമ്മ അവരുടെ നാമധേയത്തിൽ നടത്തപ്പെടുന്ന പരിപാടി. ഈ പരിപാടിയിൽ ഇരിക്കുന്ന
നല്ല അട്രാക്ഷനിൽ വേണം, നല്ല ജിഗറിൽ, എന്താ പറയാ, നിങ്ങെന്താ പറയാ, നല്ല ഒരു ഇളക്കത്തിൽ വേണം, ഒരു ലവളവിക്ക ഇന്തിർಬೇಕು. ഇങ്ങനെ ഈ ബാടിയെ മാങ്ങ പോലെ ഇരുന്ന ആർക്ക് പിന്നെ വയല്? നിങ്ങൾ ഈർത്ത കാണുമ്പോൾ നക്കമേ ബേജാറാവും. എന്തൊക്കെ വന്നപ്പോ അത്ര ദൂരം 103 കിലോമീറ്റർ ഓടി വന്നു. 103 കിലോമീറ്റർ നിങ്ങൾ വന്ന് ഓടുന്നല്ലേ 7 സെന്റിമീറ്റർ. നല്ല നല്ല ഉഷാറില്ല. മാഷാ അല്ലാഹ്, ഞങ്ങളെ മജ്ലിസ് കബൂലാക്കട്ടെ. ഇത്ര ആൾക്കാർ ദ്വാരക്കാൻ പൈസ തന്നിട്ടുണ്ട്, ഇത്ര ആൾക്കാർ പല സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. ആട്, പോത്ത്, മോര്, പഞ്ചസാര, അരി, ഉള്ളി, നീറുള്ളി, വെളുത്തുള്ളി, മസാല, പൈസ, ഇങ്ങനെ പലതും. പടച്ചോനെ, അവരുടെ സ്വതക്ക് നീ കബൂലാക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം നീ അവർക്ക് 2 ലോകത്തും നൽകണേ അല്ലാഹ്. റുഖിയ ബി ഉമ്മയുടെ പൊരുത്തവും അവിടുത്തെ ബർക്കത്തും അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ അല്ലാഹ്. മഹാനായ മുത്തുപേട്ട വലിയുള്ളാഹി തങ്ങളുടെ പൊരുത്തത്തോടുകൂടെ കാര്യങ്ങൾ നിർവഹിച്ചിരുന്ന, ചികിത്സ നടത്തിയിരുന്ന, പരിഹാരം നിർദ്ദേശിച്ചിരുന്ന, പരിഹാരം പറഞ്ഞിരുന്ന ഉമ്മയാണ് ബീബി റുഖിയ ബി ഉമ്മ. മഹാന്മാരെ ലിങ്കിലായിട്ടാണ് ആ ഉമ്മ ജീവിച്ചത്. അങ്ങനല്ലേ വേണ്ടി? ഇതാണ് മോശമില്ല ചെന്നിട്ട് നീ ജീവിച്ചെങ്കിൽ നീ മോശമേ, നീ ചെറിയ മോശം അല്ല, നീ ഹലാക്കിന്റെ മോശം. നീ അങ്ങനെ ചൊന്നേർത്തുള്ള ആറ് ഞങ്ങളെ ഗ്രൂപ്പിന്റെ അഡ്മിൻ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. നിങ്ങൾ ആര് വിചാരിച്ചു ഇക്ബാൽ എന്ന് വിചാരിച്ചാണ് അല്ലേ? ആ ഗ്രൂപ്പല്ലേ, വാട്സപ്പ് ഗ്രൂപ്പല്ലേ? നിങ്ങൾക്ക് എന്റെ ഭാഷ പിടിയാവൂരല്ലേ? അത് നാളെ ചർച്ച ആവാ. കൗസറായനെ കൊണ്ട് പേടിക്കൊള്ളുന്നില്ല, ക്ലിപ്പ് എന്തെന്തും പേരല്ല. കാരണം നല്ല ക്ലിപ്പാക്കുന്നില്ലേ, പിന്നല്ലേ വേറെ. നാളെ ഇവിടെ ചർച്ചാവല്ലേ? ചർച്ച നക്ക് കല്ലുവല്ലേ? ഞാൻ ചർച്ചക്കൊന്നും ഇതാ മണ്ണെ കയറാക്കില്ല, അത് വേറെ വിഷയം. കാരണം ഞങ്ങൾ വേണ്ടാത്തി ചെല്ലുന്നില്ലല്ലേ, ഞങ്ങൾ അള്ളാന്റെ ദീന് ചെല്ലുന്നത്. ദീന് ചെല്ലുമ്പോ ഇപ്പൊ എല്ലാവർക്കും പിടിച്ചോളണമെന്നില്ല. എല്ലാവർക്കും പിടിക്കും പോലെ ദീന് ചെല്ലാനും കഴിയാല. അതങ്ങനെ ചെല്ലുന്ന പ്രസിഡന്റിനെ പിടിക്കുമ്പോ സെക്രട്ടറിക്ക് പിടിക്കുന്നില്ല, സെക്രട്ടറി പിടിക്കുമ്പോ കമ്മിറ്റിക്ക് പിടിക്കുന്നില്ല, കമ്മിറ്റിക്കാർക്ക് എല്ലാവർക്കും പിടിക്കുമ്പോ നാട്ടുകാർക്ക് പിടിക്കുന്നില്ല, നാട്ടുകാർക്കും കമ്മിറ്റിക്കാർക്കും പിടിക്കുമ്പോ പെറ്റുമ്മാക്ക് വയല് ചെന്നത് പിടിച്ചിട്ടില്ല. ഓണ്ടൊരു വയല് നീനാരോ ഉള്ളേ അയിമ കേട്ട നാടോട്ട ഉദാഹരണം നണ്ടമ്മ കേട്ടിട്ടില്ല, മയമില്ല. അതമ്മ നല്ല മഞ്ചത്തി അള്ളാഹു ആഖിറ വിളിച്ചാക്കട്ടെ. അല്ല, എല്ലാവരും സമാധാനിപ്പിച്ചിട്ട് വാല്യൂ ചെല്ലാൻ ആരെക്കൊണ്ടാവേ? അള്ളാഹു ഹക്ക് പോലെ പറയാനും പറയുന്നത് അത് ഹക്കായിരിക്കാനും അത് ജീവിതത്തിൽ ഉപകാരപ്പെടാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ മുത്തുപേട്ട വലിയുള്ളാഹി തങ്ങൾ ആരാണ്? ദാവൂദുൽ ഹക്കീം റളിയല്ലാഹു അൻഹു. സത്യം പറയട്ടെ, ആ മഹാനരുടെ നിർദ്ദേശപ്രകാരം മറ്റുള്ളവർക്ക് പരിഹാരങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വലിയ മഹാനായിരുന്നു മഹാനായ ശൈഖുൽ മുറബ്ബി ശംസുൽ ഉലമ തങ്ങൾ. ശംസുൽ ഉലമ ഇകെ അബൂബക്കർ മുസ്ലിയാർ അല്ലേ? വലിയ മഹാനാണ്. നിങ്ങൾ കിതാബുകളിൽ വായിച്ചിട്ടില്ലേ ചരിത്രം? ചെറുവാളൂർ ഉസ്താദ് എന്ന മഹാന്റെ ചരിത്രം കേട്ടിട്ടില്ലേ? ആലിപ്പറമ്പുകാരനായ ഒരു ചെറുപ്പക്കാരൻ, ഒരു ബാല്യക്കാരന്റെ ചരിത്രം കേട്ടിട്ടില്ലേ? എല്ലാ കിതാബുകളിലും ഉണ്ട്. ആലിപ്പറമ്പുകാരനായ ചെറുപ്പക്കാരൻ ശംസുൽ ഉലമാനെ കാണാൻ ചെല്ലുന്നു. എന്തറിയുമോ കഥ? ആ ചെറുപ്പക്കാരന്റെ പള്ളന്റെ അവിടെ ഒരു വേദന. ആ വേദന പിന്നെ കൂടി വന്നു. അവിടെ ഒരു ഗുള്ള പോലെ പൊന്തി, അവിടെ ഒരു കുരു പോലെ പൊന്തി. സുബ്ഹാനല്ലാഹ്. ആ ഭാഗത്ത് പിന്നെ കടച്ചലായി, തരിപ്പായി, വേദനയായി മാറുന്നില്ല. ആ ചെറുപ്പക്കാരൻ കാണിക്കാത്ത ഡോക്ടർമാരില്ല, ചികിത്സ തേടി പോകാത്ത ഹോസ്പിറ്റലില്ല. ഏത് ഡോക്ടർമാരുടെ അടുക്കൽ ചെന്നാലും എല്ലാ ഡോക്ടർമാരും അവസാനമായി ഫൈനൽ ഡിസിഷനായി, അന്തിമ തീർമാനമായിട്ട് അവർ പറഞ്ഞെന്തറിയാ? വഹക്കമുൽ അതിബ്ബാഉ ബിഇഖ്റാജി ദാലിക ബിഇഖ്റാജി ലഹമത്തിൽ വറമി. എല്ലാ ഡോക്ടർമാരും ഫൈനലായിട്ട് പറയണത് മേജർ ഓപ്പറേഷൻ വേണമെന്നാണ്. കേവലം മരുന്ന് കൊണ്ടോ, ടോണിക് കൊണ്ടോ, ഗുളിക കൊണ്ടോ, അരിഷ്ടം കൊണ്ടോ, ഓയിൽമെന്റ് കൊണ്ടോ, ക്രീം കൊണ്ടോ സുഖാവേല, വലിയൊരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്ന് എല്ലാ ഡോക്ടർമാരും വിധിച്ചോ. ചെറുപ്പക്കാരന് വല്ലാണ്ട് പേടിയായി, ബേജാറായി. മാത്രമല്ല സാമ്പത്തികമായിട്ട് നല്ല ബാക്കിലാണ്, പൈസയും വേണല്ലോ. ആശുപത്രിക്ക് പോകുമ്പോ നല്ല പൈസയും വേണ്ടേ? ഇപ്പൊ ആശുപത്രി എന്ന് പറഞ്ഞ കച്ചവടമായിട്ട് മാറിയന്. എല്ലാ ആശുപത്രിയല്ല, ഏകദേശം എല്ലാ ആശുപത്രി തന്നെ. എല്ലാ ആശുപത്രി അല്ല, ഏകദേശം എന്നാലും എല്ലാ ആശുപത്രി തന്നെ. ഇപ്പൊ എല്ലാം കച്ചവടം തന്നെ. വയലും കച്ചവടം, ദിക്കുറും കച്ചവടം, റാത്തിബും കച്ചവടം, യത്തീംഖാന കച്ചവടം, കോളേജ് കച്ചവടം, എല്ലാം പൊയ്യ കച്ചവടം പോലെ അതിനിപ്പോ.
ഉസ്താദ് അങ്ങനെ ചെന്നിങ്ങനെ എന്നാ എല്ലാം ചൊന്നിട്ടില്ലപ്പ, എല്ലാം അങ്ങനമേ ഞാൻ ചൊന്നിട്ടില്ല. ഇതല്ല, ഇത് കച്ചവടല്ല, ഇത് ശരി. ചിലടത്ത് ഉമ്മ മരിച്ച കിടാവ് അങ്ങനെ എത്തിമാവൂടോ? ഉമ്മ മരിച്ച കിടാവ് എത്തിമാ? നിങ്ങന്റെ മുണ്ടിൽ നിങ്ങൾക്ക് വയൽ തിരിഞ്ഞിട്ടില്ലേ, അല്ല നിങ്ങൾക്ക് വയൽ വേണ്ടേ, അല്ല നിങ്ങൾ വെയിച്ചിട്ടില്ലേ? ഉമ്മ മരിച്ച കിടാവ് എത്തിമാ? എത്തിമ ഖാനിൽ പോയിട്ട് നോക്കുറവുള്ള ഉമ്മ മരിച്ച കിടാവ് എത്ര ഉണ്ടോന്ന്. അപ്പൊ ഇപ്പോഴും പടി പോലെ പണിയെടുത്തുണ്ടോ അവിടെ? എല്ലാ ഡീറ്റെയിൽ ഞാനേ ചൊല്ലാണ്. എന്തൊക്കെ നാളെ ഫിത്തനാക്കുമല്ല ക്ലിപ്പാക്കിയിട്ട്. ഞങ്ങൾ ദീന് ചൊല്ല മുബീൻ. 6 എന്ത് വാടാന്ന് നന്റെ പോലമേ നിങ്ങളും പോയിട്ട് തെളിവ് കൊണ്ടുവരണം. നാനും മാത്രമല്ല കൊണ്ട് നിങ്ങൾക്ക് എന്താ പിന്നെ പണി? ഉള്ളു തൊല്ലണം. നിങ്ങൾക്ക് പണിയൊന്നും ഇല്ല. എല്ലാ കച്ചവടമായിട്ട് മാറിയിരിപ്പോ. റാത്തിബും ദിക്റും ഔലിയാവും കറാമത്തല്ല കച്ചവട. നിങ്ങൾ നോക്കൂ, ആരും ഇല്ലാത്ത ടൈമിൽ പള്ളി കമ്മിറ്റി എടുക്കും 6 വന്നിലൂടെ. ആരും ഇല്ല, പൈസ ഇല്ല, എന്തുമില്ല, പള്ളിയുടെ ആളില്ല, എന്തുമില്ല, പള്ളിക്ക് ഇൻകം എന്തുമില്ല. അപ്പൊ കമ്മിറ്റിക്കും ആളില്ല, മീറ്റിംഗ് വിളിച്ചും 6 ബണ്ടും ഇല്ല. അവസാനം 4 ആൾ വന്നിട്ട് ഒരുത്ത മദ്രസ കെട്ടിയ, ഒരുത്ത വന്നിട്ട് മിനാര കെട്ടിയ, പിന്നെ വന്നിട്ട് നോക്കുമ്പോൾ റാത്തിബെല്ലായി, കുറച്ച് ഉത്പത്തിയായി, ഇൻകം എല്ലാം വര തുടങ്ങി, ഒരു 75,000 രൂപ ബാക്കിയായി എന്ന് വിഷയം കിട്ടിയെങ്കിൽ 2 വർഷ കമ്മിറ്റിക്ക് 360 ആള് കൂടെ നണ്ട പ്രസിഡന്റ് കൂടുതൽ വിഷയമല്ലവാ. നായി ചെന്ന സ്റ്റൈലിൽ നിങ്ങൾ ആക്കിങ് നിങ്ങമേ ഹലോ സർ അല്ലേ? പൈസ കാസിദ്ദോണു ബാസു പൈസ മാലി ആഖിർ സമാന്റെ അടയാളമായി മുസ്തഫായ റസൂലുള്ളാഹി പറഞ്ഞു, എന്റെ സമുദായത്തിന് ഒരു നാള് വരാനുണ്ട്, അന്നവരുടെ എല്ലാമായ നോട്ടവും ആഗ്രഹവും പ്രതീക്ഷയും മാലി പൈസ. എന്തിനും പൈസ, ഏതിനും പൈസ. ഇത്ര തരണോ പൈസ വേണം. ഏതോ ഒരാടത്തൊരു ഉമ്മ മരിച്ചല്ലോ ഉസ്താദ്. ഒരു ജാഗയില് ഒരു ഉമ്മ മരിച്ചിട്ടാകുമ്പോ ഉമ്മാനെന്താക്കി കുളിപ്പിച്ച് കഫൻ ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് പള്ളിയോടെ മറമാടി. നിങ്ങൾ മൊബൈൽ ചില്ലുകൊണ്ടുള്ളാറ എന്നിട്ട് നോക്കില്ലേന്ന്. പള്ളിയോടെ കൊണ്ടുപോയിട്ട് മറമാടിയിട്ട് എല്ലാം ആയിട്ട് മണ്ണെല്ലാം ഇട്ടിട്ട് മീസാൻ കല്ലിന്റെ അവിടെ 4 നൊച്ചിന്റെ കോളെല്ലാം നട്ടിട്ട് പിറ പറമ്പത്തുക്കോ ഇപ്പുറ പറമ്പത്തുക്കോ മോൻ ചെന്ന പോലെ ഉസ്താദ് മുക്കുരി ഉസ്താദ് നന്റെ ഉമ്മ സ്വർഗത്തിലാ വേണായിട്ട് നിങ്ങൾ ദ്വാരക്കണം ഉസ്താദ്. ഭയങ്കര ബേജാറില് മോമല്ലപ്പ ഉസ്താദ്, എന്റെ ഉമ്മ സ്വർഗത്തേക്ക് പോക വേണായിട്ട് നിങ്ങൾ ദ്വാരക്കണോ? അപ്പൊ ഉസ്താദ് ചൊല്ലിട്ട് പോലെ, നിന്റെ ഉമ്മ സ്വർഗത്തിലാ നരകത്തിലാ, നന്റെ പൈസ താൻ 500. മീസാൻ തുണിയല്ല കട്ടാക്കിയല്ലേ, കവൻ തുണിയല്ല. ഇനി വാട പോയി നക്കന്തേ, നന്റെ പൈസ വേണ്ട. എല്ലാരും അല്ല എല്ലാവർക്കും ഇപ്പൊ പൈസ. എത്രത്തോളം നീ പൈസാക്കും? ഞങ്ങളുടെ പൈസ കള്ള് കൊട്ട് വിറ്റിട്ട് പൈസാക്കുന്നവരുണ്ട്, കഞ്ചാവ് കച്ചവടം ചെയ്തിട്ട് പൈസയാക്കുന്നവരുണ്ട്, ബഡ്ഡിക്ക് കൊടുത്തിട്ട് ബഡ്ഡി വാങ്ങിയിട്ട് ബഡ്ഡിന്റെ ആളെ കാട്ടിയിട്ട് കമ്മീഷന് വാങ്ങിയിട്ട് ഹറാമായ നിലക്കെല്ലാം പൈസ വാങ്ങുന്നവരുണ്ട്. ഇല്ല, ചീഞ്ഞ മീനിനെ നല്ലപോലെ ഐസിട്ട് കൊണ്ടുവന്നിട്ട് ഡിസ്പ്ലേയിൽ വെച്ചിട്ട് 1.5 മീനാണ് ദക്കന്റെ മീന്, ബന്ദറിലെ മീൻ എന്ന് പറഞ്ഞിട്ട് ചീഞ്ഞ മീന് കൊണ്ടുവന്നിട്ട് കച്ചവടാക്കുന്നവരില്ല. മരുന്നിട്ട് 1.5 ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ട് വെച്ചിട്ട് നല്ല നാടനാണ്, മരുന്നടിക്കാത്തതാണ്, കെമിക്കൽ മുക്തമാണെന്ന് പറഞ്ഞിട്ട് കച്ചവടം ചെയ്യുന്നവരില്ല. സുബ്ഹാനല്ലാഹ്. സമ്പാദിക്കുന്നത് ഹലാലായ നിലക്കാവണ്, വിനിയോഗിക്കുന്നതും ചെലവാക്കുന്നതും അല്ലാഹ് പൊരുത്തപ്പെടുന്ന നിലക്കാകണ്. കളികളത്തിലേക്ക് കൊടുത്താൽ ഗ്രൗണ്ട് ഫീസ് കെട്ടാൻ, പ്രഥമ ബഹുമാനം കൊടുക്കാൻ, ഡേ നൈറ്റ് മാച്ച് കളിക്കുമ്പോ അവിടെ പ്രഥമ ബഹുമാനം കൊടുക്കാൻ നീ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹ്ക്ക് പൊരുത്തമല്ലോ. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നീ മറുപടി പറയാതെ പറ്റില്ല. നല്ല പോലെ കേട്ടോ. അല്ലാഹു തആലാന്റെ മുമ്പിൽ നിന്റെ മുതലിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 5 കാര്യങ്ങൾ ചോദിക്കാതെ നിന്റെ കാലനക്കാൻ വിടല. അതിൽ 5-മത്തത് ഒരു ചോദ്യമാ, പക്ഷേ അതിൽ ഉപചോദ്യമായിട്ട് മറ്റൊന്നുണ്ട്. അൻമാലിഹി, നിന്റെ
സ്വത്ത്, നിന്റെ ബാങ്ക് ബാലൻസ്, നിന്റെ കീശലുള്ള കാസ്, നിന്റെ പൈസ, മിന്നൈനിക്തസബഹു മിന്നൈനിക്തസബഹു വഫീമാ അൻഫഖാ, നീ എങ്ങനെ പൈസാക്കിയ, നീ എങ്ങനെ ചെലവാക്കിയ, ഈ രണ്ടിനും മറുപടി പറയാതെ അല്ലാഹ് നിന്നെ വിടില്ല. ഇതോട് നീ പൈസ ഇതെങ്ങനെ സമ്പാദിച്ചു? കട്ടതാണോ, കൊള്ളയടിച്ചതാണോ, കഞ്ചാവ് വിറ്റിട്ടുള്ള പൈസയാണോ, അതല്ലെങ്കിൽ സിംഗിൾ നമ്പർ ലോട്ടറി സിംഗിൾ നമ്പർ എടുത്തിട്ട് കിട്ടിയതാണോ, ഹറാമിലൂടെ സമ്പാദിച്ചതാണോ? അപ്പല്ലാനോട് പറയണം, അല്ല അല്ലാ, ഹറാമിലൂടെ ഞാൻ സമ്പാദിച്ചിട്ടില്ല അല്ലാ. അത് പറയണമെങ്കിൽ ആ നിലക്ക് ജീവിക്കണ്ടേ, ആ നിലക്ക് സമ്പാദിക്കണ്ടേ. തിന്നുന്നതും അങ്ങനെയാവണ്ടേ, കൊടുക്കുന്നതും അങ്ങനെയാവണ്ടേ, കൊടുത്തതല്ലാക്കാവണ്ടേ. ആവണ്ടേ ആവണ്ടേ. ഞങ്ങൾക്ക് എങ്ങനെങ്കിലും കിട്ടിയെങ്കിൽ മതി. ആരുതായങ്ങോ എങ്ങനായങ്ങോ, കട്ടതാ കൊന്നതാ കൊണ്ടേ കൊണ്ടാ അല്ലേ? മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഒരു പരകുടിക്ക് ചെന്നു, വീട് കുടിക്ക് ചെന്നു. സുബ്ഹാനല്ലാഹ്, പരകുടിയാക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നു നോക്കുമ്പോ വലിയ പോര, വിചാരിച്ചതിനേക്കാളും വലിയ പോര. ബഹുമാനപ്പെട്ട ശൈഖുനാ കണ്ണിയത്ത് ഉസ്താദ് അവറുകൾ ആ പുരക്കാരനെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല നിനക്ക് ശമ്പളം എത്ര, നിനക്ക് പണിയെന്ത്, ജോലി എന്ത്, പണിയെവിടെ, ശമ്പളം എത്ര എന്ന് ചോദിക്കുമ്പോ അവൻ പണി പറഞ്ഞു, ജോലി പറഞ്ഞു, ശമ്പളം പറഞ്ഞു. കണക്ക് കൂട്ടി നോക്കുമ്പോ എങ്ങനെ ബാലൻസ് ആക്കിയെങ്കിലും ഈ ടൈമിന്റെ ഉള്ളിൽ ഇത്ര വലിയ പുര കെട്ടാൻ ചാൻസ് ഇല്ല. അപ്പൊ 1 കിലോയിലെന്തോ തിരിമറി ആക്കിയിട്ട് വേണോ, അല്ലെങ്കിൽ ആരെന്തെങ്കിലും കട്ടിട്ട് വേണോ, അല്ലെങ്കിൽ വട്ടിക്ക് ലോൺ എടുത്തിട്ട് വേണോ, അല്ലേ അല്ലേ വേണ്ടേ? അല്ലാണ്ട് ഇപ്പൊ ഈ പറ ഇത്ര നിലക്ക് പൊന്താലോ, നിനക്ക് അങ്ങനത്തെ ബിസിനസ് ഇല്ലാന്നല്ലേ നീ പറഞ്ഞേ? മഹാനായ കണ്ണിയത്തോർ ചോദിച്ചിട്ടാകുമ്പോ ആ പുരക്കാരൻ കക്കാബുക്കിയായി. അയാൾക്ക് ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞില്ല, അയാൾ ബേജാറായി. മഹാനായ കണ്ണിയത്തോർ അവനോട് പറഞ്ഞാലോ, പൊന്നുമോന് ബേജാറാക്കണ്ട, ഞാന് പോന്ന്, വേറെ ആരെങ്കിലും കൊണ്ടുവന്നിട്ട് പുരകുടിയെ ആക്കിക്കോ, ഈ പുരകുടിയെ ആക്കി തരാൻ ഈ അഹമ്മദില്ല. എങ്ങനെയുണ്ട് കണ്ണിയത്തോർ? എന്നെ പോലത്തെ മൊയിലാറ് അങ്ങനത്തെ വര മുന്നേ കൂടിയാക്കി കൊടുക്കും. എന്തേ ഡബിൾ തട്ടല്ലേ? പാപ്പത്തിന്റെ താകുമ്പോ ചിലപ്പോ യാത്ര കുത്ത ഇടിക്കും. എന്തല്ല നിക്ക് സൊറ, പൈസക്കാരന്റെ മുന്നേ പോയി ഞമാരും ഉണ്ടല്ല. അവൻ എന്താക്കി അങ്ങ് പോവും. പൈസ എന്നത് അള്ളാന്റെ സമ്പത്താണ്, വലിയ പരീക്ഷണവുമാണ് നാളാഖിറത്തില്. അത് നിങ്ങൾക്ക് അനുഗ്രഹമാണ്, അതോടൊപ്പം നിങ്ങൾക്ക് ഫിത്തനയുമാണ് അല്ലേ? നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഫിത്തനയും അനുഗ്രഹമാകുന്ന 2 കാര്യമുണ്ട്. ഒന്ന് നിങ്ങളെ മക്കള്, ഒന്ന് നിങ്ങളെ സമ്പത്ത്. നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ നിങ്ങളെ പൈസ, അത് നിങ്ങൾ അതിന്റെ വേണ്ട പോലെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ, സമ്പാദിച്ചില്ലെങ്കിൽ, വിനിയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾക്കത് ദുനിയാവിലും ആഖിറത്തിലും നാശമാണ്, ഫിത്തനയാണ്, ശാപമാണ്. അത് വേണ്ടതുപോലെ അനുവദനീയമായ രീതിയിൽ സമ്പാദിക്കുകയും വിനിയോഗിക്കുകയും ചെലവാക്കുകയും ചെയ്താൽ നിങ്ങൾക്കത് അനുഗ്രഹമാണ്, ബർക്കത്താണ് ദുനിയാവിലും ആഖിറത്തിലും. മക്കളും മകന്, നിങ്ങളെ കരളിന്റെ കഷ്ടങ്ങളാകുന്ന മക്കളും മകന് മട്ടം പോലെ നല്ല സംസ്കാരം കൊടുത്തിട്ട്, കൾച്ചർ പഠിപ്പിച്ചിട്ട്, ദീന് പഠിപ്പിച്ചിട്ട്, മതവിദ്യാഭ്യാസം പഠിപ്പിച്ചിട്ട്, ഇതുപോലത്തെ ദീനി മജ്ലിസുകളിൽ കൊണ്ടുവന്നിരുത്തിയിട്ട്, മൗലിദിന്റെ സദസ്സിലിരുത്തിയിട്ട് നല്ല പോലെ നല്ല അടക്കത്തോടെ അച്ചടക്കത്തോടെ മക്കളെ വളർത്തിക്കൊണ്ടുവന്നാൽ ആ മക്കള് നല്ല നിലക്ക് ജീവിക്കും കേട്ടോ. എന്നാ പിന്നെ അവർ ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് പിന്നെ അനുഗ്രഹമാണ്. ആ മക്കള് സ്വാലിഹീങ്ങളാണ്. ആ മക്കള് സ്വാലിഹീങ്ങളാന്നങ്ങനെ മക്കള് സ്വാലിഹീങ്ങളാവലെങ്ങനെ? തന്നാലെ സ്വാലി ആവേല, ഞങ്ങൾ സ്വാലി ആക്കണോ? ഞങ്ങൾ പഠിച്ചോനെ നണ്ടക്കിട ഒരു സ്വാലി ആക്കല്ല, തന്നാലാവല, നീ മുന്നേ സ്വാലി ആവണോ പിന്നെ ആക്കണോ? പിടിയായി എനിക്ക്. നിങ്ങൾ ഈശോ നിസ്കരിക്കാണ്ട്, സുബഹി നിസ്കരിക്കാണ്ട്, ദർഗത്തവിടെ പോയിട്ട് ദ്വാരുന്നിട്ട് പഠിച്ചോനെ നക്ക് 3 കിടാക്ക, നീ സ്വാലി ആക്കല്ല, നീ സുബഹി നിസ്കരിക്കാണ്ട് നാളെത്ര ആയി ഏനാ കിടാവ് സ്വാലി ആയി നിക്കന്ത് കോണ കാട്ട് ജാതിക്ക്